സ്ത്രീ സമൂഹത്തിന്റെ തലയ്ക്കുമീതെ സുരക്ഷാഭീതി എന്ന അദൃശ്യ സാന്നിധ്യം സോഫോക്ലിസിന്റെ വാൾക്കണക്കെ തൂങ്ങിയാടുകയാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ദിനംപ്രതി പ്രതിജ്ഞയെടുക്കുന്ന ഒരു സമൂഹത്തിന്റെ ഗതികേടാണിത്. സ്ത്രീയുടെ മാനം പുരുഷനെ ആക്രമിച്ചും ചൂഷണം ചെയ്തും കവർന്നെടുക്കാനുള്ളതാണെന്ന അബദ്ധധാരണകളാണ് ഗോവിന്ദചാമിമാർക്ക് പിറവി നൽകുന്നത്. കഴിഞ്ഞ ദിവസം നിർഭയ ദിനാചരണമായിരുന്നു. ഒരു വർഷം മുമ്പ് ഡൽഹിയിൽ ബസ്സിനുള്ളിൽ ക്രൂരപീഡനത്തിനിരയായി ജീവൻ വെടിഞ്ഞ പെൺകുട്ടിയും സൗമ്യയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് സമൂഹം തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയാതെ പോകുന്നത് ഭരണകൂടങ്ങളും അധികാരികളുമാണ്. ഡൽഹി ദുരന്തത്തിന് ശേഷം സ്ത്രീ സുരക്ഷയ്ക്കായി രൂപീകരിച്ച 1000 കോടിയുടെ പദ്ധതിയിൽ 1 രൂപ പോലും ചിലവഴിക്കപ്പെടാത്തത് അതിനാലാണല്ലോ. സൗമ്യമാരുടെ വംശാവലി ഏറിവരുന്ന സാഹചര്യമാണ് ഭീതിയായി മാറുന്നത്. സൂര്യനെല്ലി, വിതുര, കിളിരൂർ, തോപ്പിൻപടി എന്നിവയെല്ലാം വെറും സ്ഥലനാമങ്ങൾ മാത്രമല്ലെന്ന് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. ഈ പട്ടികയിലേക്ക് പുതിയ പേരുകൾ തുടർച്ചയായി ഇടം പിടിക്കുകയാണ്. ഗോവിന്ദചാമിമാരുടെ നിരയിലേക്ക് പുതിയ അവതാരങ്ങൾ പിറവിയെടുക്കുന്നുണ്ട്. MLA-മാരുടെയും മന്ത്രിമാരുടെയും പത്രാധിപരുടെയും ന്യായാധിപന്റെയുമെല്ലാം മുഖങ്ങളാണ് അവയിൽ പലതും. സ്വന്തം പിതാക്കന്മാരെ പോലും ഭയക്കേണ്ട സാഹചര്യം പെൺകുട്ടികൾക്ക് സൃഷ്ടിക്കുന്ന ജീവിതാവസ്ഥയെ കണ്ടില്ലെന്ന് നടിക്കാനാണ് ഏവർക്കും ഇഷ്ടം. അല്ലെങ്കിൽ അവളുടെ വസ്ത്രധാരണത്തെയും രാത്രി സഞ്ചാരത്തെയും കുറ്റപ്പെടുത്താൻ. പേപ്പിടിച്ച നായ്ക്കളെ തല്ലിക്കൊല്ലാൻ നിയമം അനുവദിക്കാത്ത നാട്ടിൽ എല്ലാവരും വീടിനുള്ളിൽ അടച്ചിരുന്നുകൊള്ളൂ എന്ന മട്ടിൽ പെൺകുട്ടികളെ ഉപദേശിക്കുന്നവരാണ് ഏറെയും. പീഡന കേസുകളിലെ വൻപന്മാർ പലരും മാന്യന്മാരായി വിലസുമ്പോൾ ഒരു ഒറ്റക്കയ്യൻ ഗോവിന്ദചാമിയെയെങ്കിലും ശിക്ഷിക്കാൻ നിയമം തയ്യാറായല്ലോ എന്ന വലിയ ആശ്വാസമാണ് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിനുള്ളത്. TCV ന്യൂസ്, തൃശൂർ.